അറേബ്യൻ നാടുകളിലും രാജസ്ഥാനിലും മാത്രമല്ല ഹൈറേഞ്ചിലെ മണ്ണിലും ഈന്തപ്പഴം സമൃദ്ധമായി വിളയും. അണക്കരയ്ക്ക് സമീപം 6 മൈൽ തോട്ടത്തിൽ ഡേവിസ് തോമസിന്റെ വീട്ടുമുറ്റത്തെത്തിയാൽ കാണാം സുവർണ്ണ നിറത്തിൽ പഴുത്തു പാകമായി കിടക്കുന്ന ഈന്തപ്പഴക്കുലകൾ. 6 വർഷം മുമ്പ് നട്ടുവളർത്തിയ ഈന്തപ്പഴങ്ങളാണ് ഇപ്പോൾ ഫലമണിഞ്ഞു നിൽക്കുന്നത്. വ്യത്യസ്തമായ ഇനങ്ങളിൽപ്പെട്ട ഫലവർഗ്ഗങ്ങളും ചെടികളും മരങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഡേവിസ് തോമസിന്റെ പുരയിടം. ഇവയ്ക്കൊപ്പം 6 വർഷം മുമ്പ് കർണാടകത്തിൽ നിന്നും എത്തിച്ച 4 ഈന്തപ്പനകൾ ഇപ്പോൾ വീടിന് അലങ്കാരമായി നിൽക്കുകയാണ്. ഒറ്റപ്പനയിൽ മാത്രം 6ഓളം കുലകളാണ് വിളഞ്ഞ് പാകമായി കിടക്കുന്നത്. ബേക്കറികളിൽ ലഭിക്കുന്ന സംസ്കരിച്ച ഈന്തപ്പഴവും പഴക്കടകളിൽ വേനൽക്കാലത്ത് ലഭിക്കുന്ന ഇറക്കുമതി ചെയ്ത ഈന്തപ്പഴവും മാത്രമാണ് ഹൈറേഞ്ചിൽ കാണാറുള്ളത്. എന്നാൽ ഇവിടുത്തെ മണ്ണിൽ തന്നെ വീട്ടുമുറ്റത്ത് കുലകളായി പഴുത്ത് സ്വർണ്ണ നിറമണിഞ്ഞു കിടക്കുന്ന ഈന്തപ്പഴ കുലകൾ അപൂർവ കാഴ്ച തന്നെയാണ്. ചക്കോള 6 മൈൽ ഡേവിസ് തോമസ് എന്നയാളുടെ വീട്ടുമുറ്റമാണ്. അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത്. 6 വർഷം പ്രായമായിട്ടുള്ള ഈന്തപ്പനയാണ്. ഈന്തപ്പന കായ്ച്ച് പഴുത്ത് നിൽക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ പല വീടുകളുടെയും പുതിയതായിട്ട് പണിയുന്ന പല വീടുകളുടെയും മുറ്റത്ത് ഈന്തപ്പനകൾ തൈ കൊണ്ട് വിദേശത്തു നിന്നും അതുപോലെ തന്നെ രാജസ്ഥാനിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ കൊണ്ട് വെക്കാറുണ്ടെങ്കിൽ എന്നാൽ ഇത് കായ്ച്ച് പഴുത്ത് വരുന്നത് വളരെ അപൂർവമാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് സുലഭമായിട്ട് തന്നെ പഴുത്ത് വിളഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അണക്കരയിൽ നിന്നും CS പ്രസാദ്, ഇടുക്കി വിഷൻ ന്യൂസ്.